പടം ഗംഭീര പടം. വിഷ്വൽസ് എന്ന് പറയുമ്പോൾ ഓരോ സീൻ ബൈ സീൻ ഹോളിവുഡ് എഫക്റ്റാ. പിന്നെ ഫൈറ്റ് എടുത്തു പറയേണ്ട ഫൈറ്റ് അടിപൊളി ഗംഭീര ഫൈറ്റ്, രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു ഫൈറ്റ്, ഒരു ഫോറസ്റ്റ് ഫൈറ്റ് ഒക്കെ ഉണ്ട്. ഒരു മലയാളി ലെവൽ ഫൈറ്റും ഉണ്ട്, അല്ലാതെ ഇന്റർനാഷണൽ ലെവൽ ഫൈറ്റും ഉണ്ട്. അടിപൊളി. ലാഗ് അത് കുറച്ച് എന്താ പറയാ, നോർത്ത് ഇന്ത്യൻ സീനുകൾ മുമ്പ് 2002 നടന്നിട്ടുള്ള കുറച്ച് അക്രമങ്ങൾ കലാപങ്ങൾ അതൊക്കെയാ. എല്ലാവർക്കും ചിലപ്പോൾ അതായത് അത് അതിൻ്റെതായ രീതിയിൽ എടുക്കണം, അത്രേ ഉള്ളൂ. പുറമുള്ള സീനുകൾ നമ്മുടെ നാട്ടിലൊരു ഫോറസ്റ്റ് ഫൈറ്റ് ഉണ്ട്, അത് ഗംഭീരം അടിപൊളി. ലാലേട്ടൻ ഫൈറ്റാണ് സൂപ്പർ. ലാലേട്ടൻ അടിപൊളിയായിട്ട് അഭിമാനിക്കാം. പിന്നെ ഒരു ചൈനക്കാരനെ കൊണ്ടുവന്നത് മലയാളികളുടെ പ്രതീക്ഷയ്ക്ക് അത്ര എത്തിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക്. മാത്രമേ ഉള്ളൂ, വേറെ അടിപൊളിയാ. താങ്ക് യു. അതെന്ന് വെച്ചാലേ മലയാളത്തിൽ ഹോളിവുഡ് പടർത്തിച്ചാണ് പൃഥ്വിരാജ് രാജുവേട്ടൻ. അത് പലർക്കും മനസ്സിലാവില്ല. മേക്കിംഗ് ലെവലൊക്കെ ഉണ്ടല്ലോ, ഇവിടെയാണ് നിൽക്കുന്നത്. തന്നെയാണെങ്കിൽ പറയാനുള്ളത് പൊളിച്ചു അടിപൊളിയുണ്ട് രണ്ടുപേരും. അതൊന്നും പറയാൻ പറ്റില്ലല്ലോ, എല്ലാവരും സർപ്രൈസ് ഇഷ്ടം പോലെ ഉണ്ട്. നല്ല മേക്കിംഗ് അടിപൊളി. അതൊരു 2-3 വട്ടം കാണാനുള്ള സിനിമയുണ്ട്. അത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. അത്രയും വിഷ്വൽസ് ഒക്കെ കിഡിലൻ. അതും രാഗത്തിന്റെ സ്ക്രീനിൽ കാണാൻ കിഡിലൻ ആണ്. മസ്റ്റ് വാച്ച് ആണ്. പൃഥ്വിരാജ് കലക്കി. ഇനി രക്ഷയില്ല, തേർഡ് വരുന്നുണ്ട്. അത് സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി സൂപ്പർ. ഇനി സസ്പെൻസ് പറയണല്ലേ, പടം കണ്ടിട്ട് ലാസ്റ്റ് കാണിക്കണ്ടേ. മറ്റേ കൂടുതലുണ്ട്, സൂപ്പറായിട്ട്. എല്ലാ ഫൈറ്റും സൂപ്പറായിട്ട്. ഇംഗ്ലീഷ് പടത്തിന്റെ മോഡൽ പോലെയാ, രസമായിട്ട്. ഗംഭീര തിരിച്ചു മേക്കിംഗ്, നല്ല മേക്കിംഗ് ആണ്. സ്ലോ ഇല്ലാതെ, അതൊരു ഫുള്ള് മാസ് പടമല്ല, ക്ലാസ് ആൻഡ് മാസ്. ലൂസിഫർ പോലെ എങ്ങനെയാണോ അതുപോലെ തന്നെ ക്ലാസ് ആൻഡ് മാസ് ആയിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല. ഇല്ല ലാഗൊന്നുമില്ല, നമ്മളെ ത്രില്ലടിപ്പിച്ചു തോന്നും. സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു ഫോറസ്റ്റ് ഫൈറ്റ് ഒക്കെ ഇല്ല, അതൊരു രോമാഞ്ചമാണ് കിട്ടുന്ന സാധനം. ഫുള്ള് പിന്നെ എല്ലാം കൊണ്ടും ടോപ്പ് ക്വാളിറ്റി സിനിമാഗ്രാഫി, എവരിത്തിങ് ഈസ് ഗുഡ്. പിന്നെ നമ്മൾ പൊതുവെ ഒരു വളരെ എക്സ്പെക്ടേഷനിൽ വരുന്ന പടങ്ങൾ പ്രതീക്ഷിക്കുന്നത് വരാറില്ലല്ലോ. പക്ഷെ ഇത് അതിനേലും കവച്ചു വെക്കുന്ന ഒരു പടമാണ്. ഷുവർ ഷോട്ട് ന്യൂ ഇൻഡസ്ട്രി ആയിരിക്കും. കാരണം നമ്മൾ കുറേ നാളത്തിന് ശേഷം നമ്മൾ ആഗ്രഹിച്ച ലാലേട്ടൻ്റെ തിരിച്ചു വരവ് തന്നെയാണ്. ഓരോ സീനുണ്ടല്ലോ അത് നിങ്ങൾ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. നിങ്ങൾ കണ്ടാണോ പടങ്ങൾ? എല്ലാവരും കണ്ടതാണല്ലോ. ലാഗൊന്നുമില്ല. ഇല്ല, അതിപ്പോ ഏത് പടം ഇറങ്ങിയാലും നെഗറ്റീവ് പറയില്ല. അത് എക്സ്പീരിയൻസ് ചെയ്യാത്തവരാണ് നെഗറ്റീവ് പറയേണ്ടവ. ലേസിനെ കോരി ധരിപ്പിക്കാത്തത് നിങ്ങളെന്ന് പറഞ്ഞേ, നിങ്ങൾ കണ്ടതല്ലേ. അല്ല, രണ്ടെണ്ണം മുണ്ട് പിടിച്ചുള്ള സാധനം എങ്ങനെയുണ്ട്? ഗംഭീരം. ശരിയെന്നാ. അല്ലാണ്ട് ഏത് പല്ലാം വലിച്ചു കെട്ടിയ പോലെയല്ല സൂപ്പർ ഹിറ്റ്. രാജേട്ടൻ ഡയറക്ഷൻ, മേക്കിംഗ്. നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് മാറിയിട്ട് ഇംഗ്ലീഷ് സിനിമയിൽ ചിന്തിച്ച ഞങ്ങളൊക്കെ ഇംഗ്ലീഷ് സിനിമ കണ്ട്. ലാലേട്ടന്റെ അടിപൊളി ഫൈറ്റ് അല്ലാതും ലാലേട്ടൻ നിറഞ്ഞു നിൽക്കും. രാജേട്ടൻ ലാസ്റ്റ് സസ്പെൻസ് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു 500 കോടി പ്രതീക്ഷിച്ചു. സംഭവം കൂടുതൽ ഇൻട്രസ്റ്റ് കയറ്റിയേക്ക റീലിക്കുള്ളത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞ സാധനം. പക്ഷെ റീലിക്ക് ഇതിനായിട്ടും വേണ്ട ഐറ്റത്തിന് ഇറക്കിയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയുള്ളൊരു പ്രതീക്ഷ അല്ല, പ്രതീക്ഷ തീരുന്നില്ല. അത്രക്കന്നെയുള്ള സംഭവം. ലാലേട്ടന്റെ നിങ്ങൾ പടം കാണ്, ഞാൻ പറയില്ല. സത്യം സംഭവം ഒന്നുമില്ല, മാസന്ന അക്രമ സ്റ്റെല്ലുകള് ആളുടെ. അതോടുകൂടെ രാജേട്ടൻ ഫൈറ്റ് അറിയാലോ, അടിപൊളി.